കണി കണ്ടുണർന്ന നമ്മുടെ സഹോദരങ്ങളുടെ വിഷുവൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളും ഇന്ന് വിഷുവിൻ്റെ അന്ന് ചെറിയൊരു സദ്യയൊക്കെ വീട്ടിലുണ്ടാക്കി കഴിച്ചിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ വൈകുന്നേരം ബീച്ചിൽ വന്നതാണ്. നല്ല മഴ വരുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ബീച്ച് കാണാനായിട്ട്. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് തന്നെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ഒരു നെഞ്ചിടിപ്പ് ഓർക്കുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നി. കാരണം എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് വെള്ളമൊക്കെ വീട്ടിൽ കയറാവുന്നതേ ഉള്ളൂ. ഒരുപാട് പേര് വീടൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പ്രിയപ്പെട്ട ചില ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ബിസ്ക്കറ്റ് വണ്ടിയിൽ കരുതാറുണ്ട്. നമ്മൾ വിളിച്ചെങ്കിലും ഭയങ്കര അഭിമാനിയാണെന്ന് തോന്നുന്നു. അവനങ്ങ് നടന്നു പോയപ്പോൾ അവൻ്റെ കാൽപ്പാട് കണ്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നി കേട്ടോ. പിന്നെ ഞാനിവിടെ എപ്പോൾ വന്നാലും എൻ്റെ പേര് എഴുതി ഇങ്ങനെ വയ്ക്കുമ്പോൾ മാഞ്ഞു പോകുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് നമ്മുടെ ചാനൽ നെയിം ആയതുകൊണ്ട് തന്നെ ഞാൻ അതാണ് കേട്ടോ എഴുതാറ്. അങ്ങനെ എഴുതി വച്ചെങ്കിലും വീണ്ടും വീണ്ടും എൻ്റെ പേര് മാത്രം വന്ന് മായ്ച്ചിട്ട് പോയിട്ടാണ്. അപ്പോൾ സത്യത്തിൽ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ചാനലിനോടൊരു ഇത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് വന്ന് മായ്ക്കാമോ എന്ന് ചോദിച്ചതും ദാ സന്തോഷത്തോടെ വന്ന് ഫുള്ളായിട്ട് കറക്റ്റ് മായ്ച്ചിട്ട് പോയിട്ടാണ്. ഒത്തിരി സന്തോഷമായി അത് കണ്ടപ്പോൾ. പിന്നെ ദാ ഇവിടെ ഒരു ബീച്ചിൽ വേറൊരാൾ വന്നിട്ടുണ്ട്, അച്ചടി മൂത്തേ സുന്ദരക്കുട്ടപ്പൻ. അവനവിടെ കിടന്ന് ആസ്വദിച്ച് വന്നപ്പോഴത്തേ അവൻ്റെ അമ്മ അവനെ വിളിച്ചിട്ട് പോയിട്ടോ. അപ്പോൾ ഈ ഒരു ബീച്ച് നല്ല ശാന്തസുന്ദരമായ സമാധാനം നിറഞ്ഞ വൃത്തിയുള്ളൊരു ബീച്ചായതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ വന്ന് നമ്മൾ കുളിപ്പിച്ചിട്ട് പോയി. എന്തായാലും നിങ്ങൾ വന്നതല്ലേ, കുളിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പോകാൻ നേരം കയ്യിലിരുന്ന് ബിസ്ക്കറ്റ് പട്ടികൾക്ക് കൊടുത്തപ്പോൾ കുറച്ച് കാക്കകളും വന്നു. അവരെ കഴിക്കാൻ സമ്മതിക്കുന്നുണ്ടായില്ല. അപ്പോൾ പിന്നെ കാക്കകൾക്കും കൊടുക്കണ്ടേ, അങ്ങനെ അവർക്കും കൊടുത്തു. എല്ലാവർക്കും സന്തോഷമായി, നമുക്ക് സന്തോഷമായി. ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ വർത്തമാനം പറഞ്ഞു ഇരിക്കുന്നുണ്ടായിട്ടോ.